കരിമ്പനകളുടെ നാട്ടിൽ തേര് തെളിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ രണ്ടാമതൊന്ന് ആലോചിക്കും ഉത്തരം പറയാൻ. കരിമ്പനകളുടെയും കൽപ്പാത്തിയുടെയും നാട്, അതെ, സാക്ഷാൽ പാലക്കാട്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരു ജില്ല. ഒരു കാലത്ത് പാലക്കാട് നിയമസഭാ മണ്ഡലം CPM-ന്റെ ഉരുക്ക് കോട്ടയായിരുന്നു. ആ CPM-ന്റെ പൊന്നാപുരം കോട്ടയിലേക്ക് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറുപ്പക്കാരനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നു. സിറ്റിംഗ് MLA CPM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ആ ചെറുപ്പക്കാരൻ പാലക്കാടൻ ചുവന്ന കോട്ടയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ പതാക വാനിലുയർത്തി. ആരാണ് ചെറുപ്പക്കാരനെന്നല്ലേ? അതെ, അന്നത്തെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഇന്ദ്രനീല പൊൻപതാക കയ്യിലെടുത്ത കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രൗഢോജ്വലമായ സമര പോരാട്ടം നടത്തി വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് കേരളത്തിന്റെ തെരുവീതികളിൽ നേതൃത്വം നൽകിയ ഒരു വിദ്യാർത്ഥി നേതാവ്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഓർമ്മയിലേക്ക് ഇപ്പോൾ വരും. അദ്ദേഹത്തിന്റെ പേരാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ 2016-ലും 2021-ലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയം ആവർത്തിച്ചു. അതെ, ഷാഫി പറമ്പിൽ പിന്നീട് CPM-ന്റെ കണ്ണിലെ കരടായി മാറി. ആ കഥയിലേക്ക് വരാം. എങ്ങനെയാണെന്നല്ലേ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. K മുരളീധരൻ വടകരയിലെ സിറ്റിംഗ് MP. അദ്ദേഹത്തെ തൃശൂരിലേക്ക് കൊണ്ടുവന്ന് കോൺഗ്രസ് ഒരു പരീക്ഷണം നടത്തി. അപ്പോൾ ഒഴിവ് വന്ന വടകര ലോക്സഭാ സീറ്റിൽ ആര് മത്സരിക്കണമെന്ന ഒരു ചോദ്യം വന്നു. AICC-യുടെ തീരുമാനം വന്നു. പാലക്കാടിന്റെ MLA ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ പോകട്ടെ. അതേ AICC തീരുമാനം ശിരസ ഏറ്റെടുത്തു ഷാഫി പറമ്പിൽ. എതിരാളിയായി CPM മത്സരിപ്പിക്കുന്ന CPM മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും ഉയർത്തിക്കാട്ടാൻ സാധ്യതയുള്ള CPM-ന്റെ കരുത്തയായ വനിതാ നേതാക്കന്മാരിൽ ഒരാളായ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജ. KK ശൈലജ വടകരയിൽ മത്സരിക്കാനെത്തുമ്പോൾ CPM-ന് വലിയ പ്രതീക്ഷയായിരുന്നു. ആപനാഴിയിലെ അവസാന അസ്ത്രം പുറത്തെടുത്ത ഷാഫി പറമ്പിലിനെ തളയ്ക്കാൻ CPM പഠിച്ച പണി 18 നോക്കി. എങ്കിൽ ഷാഫി അവിടെ അശ്വമേധം നടത്തിയപ്പോൾ ശൈലജ ടീച്ചർക്ക് അടിതെറ്റിയെന്ന് മാത്രമല്ല, CPM-ന്റെ കോട്ടകൾ ഓരോന്നായി തകർന്നടിക്കുകയും ചെയ്തു. അതിനുശേഷം ഷാഫി CPM-ന്റെ കണ്ണിലെ കരടാണ്. ഷാഫിയെ പോലീസിന് ഉപയോഗിച്ച് വേട്ടയാടാൻ ശ്രമിച്ചു. അവിടെയും ഷാഫി തലയുയർത്തി നിന്നു. കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ, കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകന്മാരെ, ആ നാട്ടിലെ ഒരു പ്രദേശത്തെ ആഭാലവൃതം ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഷാഫി CPM-കാർക്ക് പോലും ഇന്ന് ഹരമാണ്. DYFI-ക്കാർക്കും യുവമോർച്ചക്കാർക്കുമെല്ലാം ഷാഫി എന്നൊരു ഹരമാണ്. അതിനിടയ്ക്കാണ് പാലക്കാട്ടെ നിലവിൽ MLA-യുമായി ബന്ധപ്പെട്ട ഒരു ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ CPM ഇപ്പോൾ ഷാഫിക്ക് നേരെ തിരിയുന്നത്. ഷാഫിയെ ഇല്ലായ്മ ചെയ്യാൻ പാലക്കാട് MLA-യുടെ ആരോപണത്തെ കൂട്ടുപിടിക്കുകയാണ് CPM. എന്നാൽ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഷാഫി വളരെ വ്യക്തമായി പറയുകയാണ്, പാലക്കാട് MLA-യുടെ ചെയ്തികൾക്ക് താൻ ഉത്തരവാദിയല്ല. പാലക്കാട് MLA-ക്കെതിരെ കൃത്യമായ നടപടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് തന്റെ നിലപാടെന്നും, രാഷ്ട്രീയത്തിൽ വെള്ളം ചേർക്കാത്ത ആദർശ രാഷ്ട്രീയത്തിന്റെ അമരക്കാരനായി കേരളത്തിന്റെ ഭൂമികയിൽ കോൺഗ്രസിനെ ചലിപ്പിക്കുന്ന KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഞങ്ങൾ ഇല്ലാതാക്കാമെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ കരുതുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. CPM-ന്റെ കോട്ടക്കൊത്തളങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തേര് തെളിച്ച കൽപ്പാത്തിയുടെ മണ്ണിൽ പാലക്കാട് കരിമ്പനകളുടെ കോട്ടകളിലേക്ക് ഇടിച്ചു കയറിയ ഷാഫി പറമ്പിലിനെ വെല്ലുവിളിക്കാൻ, അദ്ദേഹത്തെ രാഷ്ട്രീയപരമായി ഇല്ലായ്മ ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുള്ള അസ്ത്രങ്ങൾ പോരാ, നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ പോരാ. ഷാഫി നെഞ്ചുയർത്തി നട്ടെല്ല് നിവർത്തി വടകരയിൽ ഉണ്ടാകും, കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. ഇല്ലാ കഥകൾ പാടി ഷാഫിക്കെതിരെ നിങ്ങൾ വീണ്ടും ആരോപണങ്ങളുമായി വന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയം നിങ്ങൾ ഒരു പാഠപുസ്തകമായി കരുതുന്നത് CPM-ന് നല്ലതാണ്.